പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ജന്മത്തിന്റെ പരമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. തന്റെ യഥാർത്ഥ സ്വരൂപം അനാവരണം ചെയ്യപ്പെടുമ്പോൾ അതോടുകൂടെ സകലവിധമായ ദുഃഖങ്ങളും വിട്ടുപോകുന്നു. അതാണ് ശരീരയാത്രയിലെ ലക്ഷ്യമായി ഭഗവാൻ എടുത്തു കാണിക്കുന്നത്. ഈ ശരീരയാത്രയ്ക്ക് തന്നെ ലക്ഷ്യവത്താണ്. കഴിഞ്ഞ അധ്യായത്തിൽ അവസാനം ഭഗവാൻ പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പെങ്കിലും ഈ ലക്ഷ്യം നേടണം. ശരീരത്തിനെ ഉപേക്ഷിക്കുന്നതിന് മുമ്പെങ്കിലും ഈ ബ്രാഹ്മീ സ്ഥിതി അനുഭവത്തിൽ വരണം. അങ്ങനെ അനുഭവത്തിൽ വരണം എന്ന് പറയണത് കൊണ്ട് അതിപ്പോ ഇല്ലേ, ഇനി എപ്പോഴെങ്കിലുമൊക്കെ വരേണ്ട ഒരവസ്ഥയാണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ലോകത്തിലെ എല്ലാ നേട്ടങ്ങളും ഇപ്പൊ ഇല്ലാത്തതാണ് നമ്മൾ നേടുക ലോകത്തിൽ. ഈ കുട്ടികളൊക്കെ 5ാം ക്ലാസ് 4ാം ക്ലാസ് പഠിക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പൊ 10ാം ക്ലാസ് ഇല്ലേ, ഇനി 10ാം ക്ലാസ് വരാൻ പോകുന്നേ ഉള്ളൂ, ഡിഗ്രി വരാൻ പോകുന്നേ ഉള്ളൂ, ജോലി കിട്ടാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അധ്യാത്മവിദ്യ അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും എന്തായിരിക്കുന്നുവോ ഒരിക്കലും നമ്മൾ വിട്ടും മാറാതെ വഴുതിപ്പോവാത്തതാണ് നമ്മളുടെ സ്വരൂപം. ഈശ്വര സാക്ഷാത്കാരം, ഭഗവത് പ്രാപ്തി എന്ന് പറയുന്നത് ഇന്നില്ലാത്തത് ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ വരാൻ പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചല്ല. സിദ്ധത്വാദിഹ സർവതഃ, എപ്പോഴും സിദ്ധമായിട്ടുള്ളതാണ് വസ്തു, കിട്ടിയിട്ടുള്ളതാണ് വസ്തു. ലബ്ധം ഉപലബ്ധം നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മ. അഷ്ടാമലകീയത്തിൽ വീണ്ടും വീണ്ടും വരുന്നൊരു വാക്കാണ് നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മ. ഞാൻ ആത്മാവാണ്. ആത്മാവിന്റെ ലക്ഷണമോ നിത്യോപലബ്ധി, എപ്പോഴും കിട്ടിയിട്ടുള്ളതാണ്. കണ്ണട മൂക്കത്ത് വെച്ച് കണ്ണടയെ തെരയും, ആ കണ്ണടയിലൂടെ തന്നെ കണ്ണടയെ തെരയും. അതേപോലെയാണ് നമ്മൾ സ്വയമേവ ആ പൂർണ്ണ വസ്തുവായി ഇരുന്നു കൊണ്ട് ആ സ്വരൂപത്തിലൂടെ തന്നെ സ്വരൂപത്തിനെ അന്വേഷിക്കുകയാണ്. ആ സത്യത്തിലൂടെ തന്നെ സത്യത്തിനെ അന്വേഷിക്കുകയാണ്. സത്യസ്വരൂപികളായി ഇരുന്നു കൊണ്ട് തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. ഈ അജ്ഞാനം വിലക്കി, അജ്ഞാനം മാറ്റി, മോഹം നീക്കി നമുക്ക് ഭഗവത് അനുഭവം ഉണ്ടാവാനാണ് സത്സംഗം. അതാണ് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. സത്സംഗത്തിൽ വീണ്ടും 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 ഇത് കേൾക്കണം. ആവർത്തി രസകൃതുപദേശാ, വ്യാസഭഗവാൻ പറഞ്ഞു, ഒരിക്കൽ കേട്ടാൽ പലപ്പോഴും തെളിയാത്തത് കൊണ്ട് ആവർത്തി രസകൃതുപദേശാത്, ആവർത്തിക്കുകയാണെന്നാണ്. ആവർത്തിച്ച് 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 അജ്ഞാനം അല്പല്പമായി ചെത്തിക്കളയുകയാണ്. എന്നുവെച്ചാലോ ജ്ഞാനം ഉണ്ടാവുന്നത് ക്ഷണനേരം കൊണ്ടുണ്ടാവും. പക്ഷെ ഈ വലിച്ചു വാരി കയറ്റിയിരിക്കുന്ന പല ഭ്രമധാരണകളെയും പതുക്കെ 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 നീക്കുക, എട്ടുകാലി വല നീക്കുന്ന പോലെ. പൂർണമായും ആവരണം നീങ്ങുമ്പോ, ആവരണം എന്താണ്? ഞാനൊരു പ്രത്യേക വ്യക്തിയാണ് എന്നുള്ള ഭ്രമമാണ് ആവരണം. ഈ വ്യക്തിത്വം ഉറക്കത്തിലില്ല.
രാവിലെ എഴുന്നേറ്റാൽ ഉടനെ പൊന്തി വരുന്നു. സുഖമായ ഉറക്കത്തിൽ ഈ വ്യക്തിത്വമില്ല. ഉണർന്ന് എഴുന്നേറ്റ ഉടനെ ഞാനൊരു വ്യക്തിയാണ്. ആ വ്യക്തിത്വത്തിന്റെയാണ് ജീവിതം, ആ വ്യക്തിത്വത്തിന്റെയാണ് സുഖദുഃഖങ്ങളും ഒക്കെ തന്നെ. ആ വ്യക്തിത്വം എങ്ങനെ ഉണ്ടായി? എത്രയോ അധികം സ്വാർത്ഥ ആഗ്രഹങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് ഞാൻ എന്ന് പറയുന്ന ഈ ജീവഭാവമായിട്ട് പറയണത്. ആ ജീവഭാവം ബലം വെച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെ? സ്വാർത്ഥമായി പ്രവർത്തിക്കും തോറും എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് കിട്ടണം. ഇതാണല്ലോ നമ്മളുടെ ബേസിക് സൊസൈറ്റി തന്നെ അതിലാണ് നിൽക്കുന്നത്. എനിക്ക് കിട്ടണം. ഒരാള് ഭഗവാനോട് പ്രാർത്ഥിച്ചു അത്രേ, ഭഗവാനെ ലോകം മുഴുവൻ നശിച്ചു പോയാലും കുഴപ്പമില്ല, ഞാനും ഉണ്ടാവണം, എന്റെ ഭാര്യയും ഉണ്ടാവണം, ഒരു തട്ടാനും ഉണ്ടാവണം എന്ന്. എന്താപ്പോ ഇങ്ങനെയെന്ന് വെച്ചാൽ, ഞാനുണ്ടാവണം, എനിക്ക് സുഖമായിരിക്കണമെങ്കിൽ ഭാര്യ ഉണ്ടാവണം, ഭാര്യ എന്നെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ പണ്ടം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു തട്ടാനും ഉണ്ടാവണം എന്നാണ്. സ്വാർത്ഥതയുടെ ഒരു ഉദാഹരണമാണ്. എല്ലാം എനിക്ക് വേണം. നമ്മളുടെ ബേസിക് സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ്. അത് കുറ്റം പറയലല്ല, നമുക്ക് വാസന ഉള്ളത്തോളം നമ്മളുടെ അങ്ങനെയാണ്. കുട്ടികളൊക്കെ ജനിക്കുമ്പോ കൈ മടക്കിക്കൊണ്ടാണ് ജന്മം. എനിക്ക് വേണം. മരിക്കുമ്പോഴോ കൈ വിരിച്ചുകൊണ്ടാണ്. അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ പിടിച്ചടക്കാനായിട്ട് വന്നു. മരിക്കണതിന് കുറച്ചു നേരം മുമ്പ് അയാൾക്ക് തോന്നി ഞാൻ മരിച്ചു പോകും. സുഖമില്ല, സുഖക്കേട് പിടിച്ചു. സുഖക്കേടിന് ചക്രവർത്തി ഭിക്ഷക്കാരനൊന്നുമില്ല, ആരെയും പിടിക്കും. അപ്പൊ മരിക്കാൻ പോകണമെന്ന് അറിഞ്ഞപ്പോ തന്റെ മന്ത്രിയെ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവം കൊണ്ടുപോകുമ്പോ കൈ നല്ലവണ്ണം വിരിച്ചു വെച്ച് എല്ലാവരുടെ മുമ്പിലും കൊണ്ടുപോകണം. ലോകം മുഴുവൻ പിടിച്ചടക്കാനായി കൈ ചുരുട്ടി നടന്ന ആള് ഇതാപ്പൊ ഒന്നുമില്ലാതെ പോകണു. ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലേ, അറിയാത്ത കാര്യമല്ല. എത്ര പ്രാവശ്യം നമ്മൾ സാധാരണമായി ഈ വാക്ക് പറയും, ഒന്നും നമുക്ക് കൊണ്ടുപോകണില്ല, എല്ലാം നമ്മൾക്ക് എന്തുണ്ട് കയ്യില്, ഒന്നും നമ്മുടെ അല്ല, നമുക്ക് വായ കൊണ്ട് പറയും. ബട്ട് ആക്ച്വലി ടു സീ ഇറ്റ്, വ്യക്തമായിട്ട് അത് കാണുകയാണെങ്കിൽ ഈ അഹങ്കാരത്തിന് പിന്നെ നിലനിൽപ്പേ ഇല്ല. അഹങ്കാരം നിലനിൽക്കുന്നത് തന്നെ, അഹങ്കാരം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമാന്യ അഹങ്കാരം, വിശേഷ അഹങ്കാരം രണ്ടെണ്ണം ഉണ്ട്. സാമാന്യ അഹങ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. വിശേഷ അഹങ്കാരം എന്താന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഉള്ള ആളുകളെക്കാളും ഒക്കെ വലിയ ആളാണ്, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എന്നെ അതൊക്കെ അതിന് നമ്മൾ ദുരഭിമാനം എന്ന് പറയും. ആ ദുരഭിമാനത്തിനെ അല്ല ഇവിടെ പറയണത്. കേവലം ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഇന്ന കൊല്ലത്തിൽ ജനിച്ച ആളാണ്, സിമ്പിൾ ഐഡന്റിഫിക്കേഷൻ, അത് തന്നെ ദുഃഖത്തിന് കാരണമാണ്. അതിനുമേലെ പിന്നെ ദുരഭിമാനം വന്നാൽ പിന്നെ കേൾക്കേ വേണ്ട. ദുരഭിമാനം ദുഃഖം കൂടി 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 വരും. പക്ഷെ കേവലാഭിമാനമുണ്ട്, കേവലമായ ഒരു അഭിമാനമുണ്ട്. ഞാൻ ഈ പേഴ്സണാണ്, ഈ വ്യക്തിയാണ്, ജീവനാണ്. ഈ ജീവനാണ് എന്നുള്ള ഭ്രമം അതൊരു ഭ്രമഭാവനയാണ്. വാസ്തവത്തിൽ ജീവഭാവന എവിടെ ഉണ്ട്? ഉറക്കത്തിൽ എവിടെയെങ്കിലും ഞാൻ ഇന്ന ആളാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലാണ് അത് കിടക്കുന്നത്. ഇതിന്റെ വ്യക്തിത്വം മുഴുവൻ മനസ്സിൽ കിടക്കുന്നു. ഭ്രമമാണ്. ആ ജീവഭാവം, അതിനെയാണ് സാമാന്യാഹങ്കാരം എന്ന് പറയുന്നത്. ഈ സാമാന്യ അഹങ്കാരത്തിനെയാണ് പറയണത്. അത് മുഴുവൻ എങ്ങനെ ഉണ്ടായി? ആ സാമാന്യ അഹങ്കാരത്തിന്റെ സ്വഭാവമാണ് ഭയം. ഭയം എന്ന് വെച്ചാൽ എന്തിനെങ്കിലുമൊക്കെ പേടിക്കൽ മാത്രമല്ല, കേവല ഭയം. നാളെ ജീവിക്കണമല്ലോ, നാളത്തെ കാര്യം എന്തു ചെയ്യും, അതുകൊണ്ട് ഇപ്പൊ തന്നെ സമയം കിട്ടുമ്പോ ഒക്കെ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ച് എല്ലാം കാര്യങ്ങളൊക്കെ സേഫ് ആക്കി വെച്ചോളണം. സെക്യൂരിറ്റി ഫീലിംഗ്, അതൊക്കെ ഈ സാമാന്യ അഹങ്കാരത്തിന്റെ സ്വഭാവമാണ്. നമ്മളെ നാളെ ആര് നോക്കും? പലരും കല്യാണം കഴിക്കുന്നത് പോലും അതിനു വേണ്ടിയിട്ടാണ്. എന്തിനാ കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്നെ വയസ്സുകാലത്ത് ആര് നോക്കും? അതിനാണ് കല്യാണം കഴിക്കുന്നത്. വയസ്സുകാലം വരെ അവര് ഭാര്യയോ ഭർത്താവോ ഉണ്ടാവുമെന്ന് എന്തോ ഉറപ്പ്? ഇനി കല്യാണം കഴിച്ചാൽ അവര് നോക്കും എന്തോ ഉറപ്പ്? ഇതൊക്കെ ഈ അഹങ്കാരം, ഇറ്റ് ബിൽഡ്സ് അപ്പ് കാസിൽസ്, ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒക്കെ എങ്ങനെ ഉണ്ട് എന്നൊരു
ഒരു ഭാവന. യതീശ്വരാനന്ദ സ്വാമികൾ ഒരു കഥ പറയും, ഒരു തമാശ അനക്കടോട്ട് പറയും. ഒരാള് കയ്യിൽ എപ്പോഴും ഒരു കൂട് വെച്ചുകൊണ്ട് നടക്കും അത്രേ. അപ്പൊ അയാള് ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുന്ന ആളാണ്. അപ്പൊ അയാളോട് മറ്റൊരാൾ ചോദിച്ചു, എന്തിനാ ഈ കൂടും കൊണ്ട് നടക്കണത്? അത് എന്റെ ഒരു ധൈര്യത്തിനാണെന്ന്. എന്താ ഇപ്പൊ ഈ കൂടുതൽ ധൈര്യത്തിനുള്ളത്? അതിനകത്ത് കീരി. എന്തിനാ ഇപ്പൊ ഈ കൂടുതൽ കീരിയും കൊണ്ട് എപ്പോഴും അത് ഞാൻ ഇടയ്ക്ക് മദ്യപിച്ചു കഴിഞ്ഞാൽ എനിക്ക് എവിടെ നോക്കിയാലും സർവത്ര പാമ്പുള്ളതായിട്ടും എന്നെ കടിക്കാൻ വരണതായിട്ടും തോന്നും. അതുകൊണ്ട് ഒരു ധൈര്യത്തിന് കീരി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാള് പറഞ്ഞുടോ മടയാ, അത് താൻ മദ്യപിക്കുമ്പോ വെറുതെ ഭ്രമം കൊണ്ട് തോന്നണതല്ലേ പാമ്പുള്ളതായിട്ട്. അപ്പൊ ഈ വെറുതെ ഭ്രമം കൊണ്ട് തോന്നണതിന് ഈ കീരിയും കൊണ്ടെന്നാണ്. അല്ല, ഈ പെട്ടിയിലുള്ള കീരിയും അതുപോലെ തന്നെ എന്നാണ്. വാസ്തവത്തിലില്ല, ഉണ്ടെന്ന് ഞാൻ വിചാരിക്കാണ്. അതേപോലെ ഫോൾസ് സെക്യൂരിറ്റി ഫീലിംഗ്, ഇതൊക്കെ ഈ അഹങ്കാരം കെട്ടിപ്പടുക്കുന്നതാണ്. ഒരു ഭ്രമവസ്തുവാണത്. ഈ ഭ്രമവസ്തു പൂർണ്ണമായിട്ട് അവിടെ നിന്ന് നീങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ഭൂതം, രമണ മഹർഷി ഇതിന് സദ്ദർശനത്തിൽ പറയുന്നത് പിശാച് എന്നാണ്. പിശാചിനെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? പക്ഷെ അത് എന്ത് കഷ്ടപ്പെടുത്തണോ അല്ലേ. നേരിട്ട് നമ്മൾ ആരും പിശാചിനെ കണ്ടിട്ടില്ലെങ്കിലും പിശാച് എത്ര ദുഃഖം ഉണ്ടാക്കണു. എത്ര പിശാച് കഥകള്, പ്രേതകഥകള്. അതിൽ ആളുകൾക്ക് എത്ര ഉത്സാഹം. ഇരുട്ടത്ത് ഇങ്ങനെ പോകുമ്പോ ഒരു മരക്കുറ്റി, ആ മരക്കുറ്റി കണ്ടു. നാട്ടിൽ വന്ന ഉടനെ പറഞ്ഞു, അവിടെ ആ വഴിക്ക് പോണ്ടാട്ടോ, അവിടെ പ്രേതമുണ്ട്, ഇന്നലെ ഞാൻ കണ്ടു. പോസ്റ്റ് ഗോസ്റ്റ് ആയിട്ട് മാറി. അടുത്ത ദിവസം വേറെ ഒരാൾ പോയി പറഞ്ഞു, വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കണു. മൂന്നാമത്തെ ദിവസം ഒരാൾ പോയി പറഞ്ഞു, എന്നെ വാ എന്ന് വിളിച്ചു. ഇങ്ങനെ പെരുത്തോണ്ടേ പോകും. ഇതുവരെ ഒരാള് വെളിച്ചം കൊണ്ടുപോയി ആ കുറ്റിയിൽ അടിച്ചു നോക്കിയാൽ അവിടെ വെറും മരക്കുറ്റിയേ ഉള്ളൂ, പ്രേതമില്ല എന്ന് കാണും. അതേപോലെ ജ്ഞാനവിചാരമാകുന്ന വെളിച്ചം കൊണ്ട് അകമേക്ക് ചെന്ന് ഈ അഹങ്കാരത്തിനെ അടിച്ചു നോക്കിയാൽ അവിടെ അഹങ്കാരമേ ഇല്ല. ശുദ്ധമായ പ്രജ്ഞ, ബ്രഹ്മം, പൂർണ്ണ ബോധവസ്തു മാത്രമേ അവിടെ ഉള്ളൂ. നമ്മള് പരമാത്മാവിനെ അഹങ്കാരമായി തെറ്റിദ്ധരിച്ചതാണ്. അഹങ്കാരം നമ്മൾ വിളിക്കുന്നത് എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ അത് അഹങ്കാരമല്ല, സാക്ഷാത് ഭഗവത് സ്വരൂപം. ഹൃദയത്തിൽ ഭഗവത് സ്വരൂപം പ്രകാശിക്കും. ഭഗവത് സ്വരൂപം പ്രകാശിക്കണമെങ്കിലോ ജ്ഞാനവിചാരം ചെയ്ത് അഹങ്കാരം ഇല്ല എന്നുള്ള അനുഭവം വരണം. അഹങ്കാരം എങ്ങനെയോ ക്ഷയിക്കണം. ഏതോ വിധത്തിൽ അഹങ്കാരം മൂലത്തിൽ അടങ്ങുന്നത് ക്ഷയിക്കുന്നത് കൊണ്ട് ഭഗവത് അനുഭവം ഉണ്ടാവും, സഹജസ്ഥിതി ഉണ്ടാവും. ഏകനാഥ് സ്വാമി ഏകനാഥി ഭാഗവതത്തില് പറയുന്നു, അഹങ്കാരമില്ലാത്ത സ്ഥിതി തന്നെയാണ് ആത്മസാക്ഷാത്കാര സ്ഥിതി. നിത്യനിരന്തര അഹങ്കാരം ഉദിക്കാത്ത സ്ഥിതി സഹജ നിർവികൽപ്പ സ്ഥിതി. അത് തന്നെ സമാധി, അത് തന്നെ ഭഗവത് സാക്ഷാത്കാരം, അത് തന്നെ ഭഗവാനെ കാണൽ. എന്ന് വെച്ചാൽ എന്താ? ഒന്നും കാണാനൊന്നും പറ്റില്ല. എവിടെ കാണും? കാണുന്നതൊക്കെ പോയി പോകും. ഈശിതുഹു വീക്ഷണം ഈക്ഷിതാരമവീക്ഷ്യ തൻ മാനസികേക്ഷണം സ്യാത് ന ദ്രഷ്ടുരന്യ പരമോഹിതസ്യ വീക്ഷ സ്വമൂലേ പ്രവിലീയ നിഷ്ഠ. ഈശ്വരനെ എവിടെ കാണും? സ്വമൂലേ പ്രവിലീയ നിഷ്ഠ. ഈ കാണുന്നവൻ ആരാ? ഈശ്വരനെ കാണണം, ഈശ്വരനെ കാണണം. കാണുന്നവൻ ആരാ? കാണുന്നവൻ ആരെന്ന് കണ്ട് തന്നെ കണ്ടാൽ ആ മൂലത്തിൽ അഹങ്കാരം ലയിച്ചാൽ ഈശ്വരനെ ഉള്ളൂ, ഞാനില്ല. യദീശിതുഹു വീക്ഷണം ഈക്ഷിതാരമവീക്ഷ്യ. ആ കാണുന്നവനെ ശരിക്കും അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ ഭ്രമദർശനങ്ങളൊക്കെ കാണും. അപ്പൊ തന്നെ കണ്ടറിഞ്ഞാൽ, താനാരെന്ന് അറിഞ്ഞാൽ തന്റെ സ്വരൂപത്തിൽ അഖണ്ഡ ആത്മസ്വരൂപമായി ഭഗവാൻ പ്രകാശിക്കും. അത് തന്നെ അഖണ്ഡ സമാധി. അഹങ്കാരക്ഷയം തന്നെ സമാധി, അഹങ്കാരനാശം തന്നെ സമാധി, അഹങ്കാരനാശം തന്നെ ഭഗവത് സാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം. അഹങ്കാരനാശം തന്നെ ഭഗവാനെ കാണൽ എന്ന് പറയണത്. അല്ലാതെ ഈ അഹങ്കാരത്തിന് ഏർപ്പെടുന്ന ഒരു ദർശനമല്ല.
അല്ലെങ്കിലേ അതിന് പലവിധ അച്ചീവ്മെന്റ്സ്, ഓരോ അറ്റൈൻമെന്റ്സ് ഓരോന്ന് നേടുമ്പോഴും അത് പെരുക്കണു. ഇനിയിപ്പോ ഈ അഹങ്കാരം വന്നിട്ട് ഞാൻ ഈശ്വരനെ കണ്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അത് അഹങ്കാരത്തിന്റെ ഒരു അച്ചീവ്മെന്റ് അല്ല. ഈ അഹങ്കാരം നിശേഷം ഇല്ലാതാവുമ്പോ ഭഗവാൻ അവിടെ പ്രകാശിക്കും. അതാണ് യജ്ഞോവൈ വിഷ്ണുഹു എന്നൊരു വേദം മന്ത്രം. യജ്ഞം തന്നെ വിഷ്ണു സ്വരൂപമാണ് എന്നാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ യജ്ഞം എന്താ? യജ്ഞം എന്നുള്ള പദത്തിന് എന്താ അർത്ഥം? യജിക്കുക. എന്തിനെ യജിക്കുന്നു? അഹങ്കാരമാവുന്ന പശുവിനെ ജ്ഞാനമാവുന്ന അഗ്നിയിൽ യജിച്ചു കഴിഞ്ഞാൽ അവിടെ ഉദ്ഭൂതമാകുന്ന പ്രഭ തന്നെയാണ് ഭഗവത് സ്വരൂപം. ഇതൊക്കെ ആശ്ചര്യം. ഇപ്പൊ ഏകനാഥി ഭാഗവതം എടുത്തു നോക്കുമ്പോ ഇതൊക്കെ ഏകനാഥ് സ്വാമി ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. അഹങ്കാരമാവുന്ന പശുവിനെ ബലി കൊടുക്കുകയാണ്. അതാണ് ഇവിടെ യജ്ഞം. തന്നെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ ഇല്ലാതാക്കിയാൽ, ഞാൻ എന്നുള്ള അഹങ്കാരം ഇല്ലാതാവുമ്പോ താനായി, ഇത് രമണ മഹർഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ എന്നുള്ള അഹങ്കാരം എവിടെ ഉദിക്കണു എന്ന് ശ്രദ്ധിച്ചാൽ അത് എവിടെ ഉദിച്ചുവോ ആ മൂലത്തിൽ അടങ്ങും. അവിടെ താനായി മറ്റൊന്ന് പ്രകാശിക്കും. അത് അഹങ്കാരമല്ല, പരിപൂർണ വസ്തു. അഹമിനാശഭാജി അഹമഹം തയാ സ്ഫുരതി ഹൃത്സ്വയം പരമപൂർണ സത്. അത് പരമപൂർണമായ സത്യവസ്തുവാണ്, പരമപൂർണമായ ആത്മവസ്തുവാണ്, ബോധവസ്തുവാണ്, പരമാത്മ ചൈതന്യമാണ്. ആ പരമാത്മ ചൈതന്യത്തിന്റെ അനുഭവത്തിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അതിനാണ് യജ്ഞോവൈ വിഷ്ണുഹു എന്ന് വേദം പറയണത്. യഥാർത്ഥ യജ്ഞം ആന്തരികമായി ജ്ഞാനയജ്ഞമാണ്, ബ്രഹ്മയജ്ഞമാണ്. ഈ ബ്രഹ്മയജ്ഞം അകമയ്ക്ക് നടക്കുമ്പോ, തന്നെത്താൻ യജിക്കുമ്പോ, തന്നെത്താൻ ആഹുതി അർപ്പിക്കുമ്പോ, അഹമേവാഹമസ്മി മാം ജുഹോമി സ്വാഹ, ഞാൻ എന്നെ തന്നെ ജുഹോമി, ഹോമിക്കുന്നു എന്നാണ്. എന്നെ തന്നെ ഞാൻ എന്നിൽ, ഞാനാകുന്ന അഗ്നിയിൽ ഞാൻ എന്നെ തന്നെ ഹോമിക്കുമ്പോ അവിടെ ജ്വലിക്കുന്ന അഖണ്ഡമായ പ്രജ്ഞ, അത് തന്നെ ഭഗവാന്റെ സ്വരൂപം, പരമാത്മസ്വരൂപം, ഈശ്വര സ്വരൂപം. ഇതിനുമേലെ ഒരു സത്യത്തിനെ ആരെന്ത് തലകുത്തി നിന്നാലും എവിടെ ആലോചിച്ചാലും ഇനിയോട്ട് കണ്ടുപിടിക്കാനേ പോണില്ല. ഈ സത്യം ഇനി ഇങ്ങനെ കേട്ട് തെളിഞ്ഞ് അനുഭവപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരു ടെക്നിക്ക് കൊണ്ട് ഒരു സത്യവും അനുഭവപ്പെടാൻ പോണില്ല. നീ ഒരു ജന്മത്തിലും ആരും വന്ന് രക്ഷിക്കാൻ പറ്റില്ല. പരമാർത്ഥം അത്രയ്ക്ക് പകൽ വെളിച്ചം പോലെ പ്രത്യക്ഷം, അപരോക്ഷം. ഇനിയിപ്പോ ഇത് വേണ്ട, വേറെ വല്ല രസിക്കാൻ എന്റർടൈൻമെന്റ് വേണമെങ്കിൽ നമുക്ക് വേറെ വല്ലത്തിലേക്കും പോകാം. അത്രയ്ക്ക് വ്യക്തമാണ് സത്യം. സത്യത്തിനെ നേടുക എന്ന് പറയുന്നത് പോലും കള്ളമാണ്. എവിടെ പോയി നേടും? എങ്ങനെ നേടും? ദർ ഇസ് നോ അറ്റൈൻമെന്റ് അറ്റ് ഓൾ. ഹൗ ടു അറ്റൈൻ ഇറ്റ് വിച്ച് ഈസ് എവർ അറ്റൈൻഡ്? ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലല്ലേ അറ്റൈൻ ചെയ്യാൻ. നമ്മളിൽ നിന്ന് ഒരു ചെറിയൊരു ദൂരം ഉണ്ടെങ്കിലല്ലേ പിടിക്കാൻ. ദൂരമേ ഇല്ലല്ലോ, എങ്ങനെ പിടിക്കും? താൻ തന്നെയാണത്, തന്റെ സ്വരൂപമാണത്. അത് സദാ പ്രകാശിച്ചുകൊണ്ട് അതിനെ എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയണമല്ലോ, അങ്ങനെ ഇരിക്കുക ആ സ്ഥിതിയിൽ. അത് തന്നെ അറിയല്ലോ. ഏകനാഥ് സ്വാമി പറയുന്നു, ശുഗബ്രഹ്മ മഹർഷിയെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കണം. എന്തിനാന്ന് വെച്ചാൽ ശുഗാചാര്യർ പരീക്ഷത്തിന് ചെവിയിൽ രഹസ്യമായിട്ട് എന്തോ മന്ത്രമൊന്നും ഉപദേശിച്ചില്ല, പ്രത്യക്ഷമായി ബ്രഹ്മവിദ്യയെ ഉപദേശിച്ച് അജ്ഞാനത്തിനെ തുടച്ചു നീക്കി ആത്മവിദ്യയെ ഉപദേശിച്ചതുകൊണ്ട് ആ എല്ലാവർക്കുള്ള ആ സമ്പ്രദായത്തിനെ കാണിച്ചു തന്നു. ബ്രഹ്മാനുഭവത്തിന്, ആത്മാനുഭവത്തിന്, ഈശ്വരാനുഭവത്തിന് എന്താ ഈ സത്സംഗമേ വഴിയുള്ളൂ. ഇതിന് മേലെ ഒരു തീർത്ഥക്ഷേത്രത്തിലേക്കൊന്നും പോവാനില്ല. കലിയിൽ എല്ലാ തീർത്ഥക്ഷേത്രങ്ങളും ഓരോ വിധത്തിലായിരിക്കുന്നു. മഹാതീർത്ഥം നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ള അന്തര്യാമിയാണ്. ആ മഹാതീർത്ഥത്തിനെ കാണിച്ചു തരുന്ന, സ്വാത്മതീർത്ഥത്തിനെ കാണിച്ചു തരുന്ന സത്സംഗം നമുക്ക് പരമപ്രയോജനത്തിനെ ചെയ്ത് ജ്ഞാനനിഷ്ഠയെ തരുന്നു. ശ്രവണമാത്രത്തിൽ ഈ വസ്തുവിനെ പിടിച്ചോളണം. ചൈതന്യത്തിനെ അറിഞ്ഞാൽ ചൈതന്യം എന്താവും? അഗ്നിയുടെ അടുത്ത് പഞ്ഞി വെച്ചാൽ. ഈ ജീവൻ ബ്രഹ്മത്തിനെ അറിയുക എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, പഞ്ഞിക്ക് ആഗ്രഹം
വിളക്കിനെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന്. കർപ്പൂരത്തിന് ആഗ്രഹം അഗ്നിയെ ഒന്ന് കല്യാണം കഴിക്കണം. എങ്ങനെയുണ്ടാവും? ഇരുട്ടിന് ആഗ്രഹം വെളിച്ചത്തിന്റെ മടിയിൽ കയറി കിടക്കണം. നടക്കോ? അതേപോലെയാണ് ഈ അജ്ഞാനരൂപത്തിലുള്ള അഹങ്കാരം. എനിക്ക് ഈശ്വരനെ ഒന്ന് കാണണം. എങ്ങനെ കാണും? എങ്ങനെ കാണാൻ ഒക്കും? അവിടെ പോകുമ്പോ ഞാൻ ഇല്ലാതാവും. ഉപ്പുപാവ ഞാൻ സമുദ്രത്തിനെ ഒന്ന് അളക്കട്ടെ എന്ന് പറഞ്ഞ് സമുദ്രത്തിലേക്ക് ഇറങ്ങിയാൽ എന്താവും? ഇന്ന് തുക്കാറാമിന്റെ അഭംഗം പാടിയപ്പോ അതിലൊരു ലൈൻ കേട്ടു. ചൈതന്യം ചിത്തത്തിനെ മിഴുങ്ങിക്കളയ, மோஷ்டிச்சு உள்ளம் கவர் கல்வன் அப்படின்னு தமிழ்ல எல்லாம் பாடினாலே அந்த மாதிரி சைதன்யம் உள்ளத்துல இருக்கிற சைதன்யம் உள்ளத்தை அப்படியே கவர்ந்துகிறது. இட் ரோப்ஸ். ചിത്തത്തിനെ ചോരണം ചെയ്യുന്ന ചൈതന്യം. അത് എപ്പോ ചോരണം ചെയ്യും? ചിത്തം നേർത്ത് 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 വന്ന് സ്വരൂപത്തിൽ ഹോമിക്കപ്പെടുമ്പോ, ആ ജ്ഞാനയജ്ഞം അകമേക്ക് ചെയ്യപ്പെടുമ്പോ ആ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്കുരുതേ അർജുന. ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മവാസനകളെയും, ഇന്നത് ചെയ്യണം, അത് നേടണം, ഇത് എല്ലാത്തിനെയും ജ്ഞാനമാകുന്ന അഗ്നി അകമേ നിന്ന് ഭസ്മമാക്കും. സകല അർജസും ദേ ആർ ഓൾ വൈപ്ഡ് ഔട്ട്. അരിയക്കുടി രാമാനുജയ്യങ്കാർ എന്ന് പറഞ്ഞ വലിയ സംഗീത വിദ്വാൻ, അദ്ദേഹം രമണ മഹർഷിയുടെ മുമ്പിൽ കച്ചേരി നടത്താൻ ആയിട്ട് വന്നിരുന്നു. കച്ചേരി ഗംഭീരമായിട്ട് നടന്നു. ധാരാളം പേര് സംഗീത രസികന്മാരൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ചു. ഒരു വശത്തിരുന്ന് കച്ചേരി നടത്തി. മഹർഷി കേട്ടുകൊണ്ടേയിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് നിശ്ചലമായി. കച്ചേരിയൊക്കെ കഴിഞ്ഞ് അവർ വന്ന് വീണ്ടും നമസ്കരിച്ചു പോയി. വളരെ നേരത്തിന് ശേഷം ടി കെ സുന്ദരേശ്വരയ്യർ, അത് സ്കൂൾ ടീച്ചർ, അദ്ദേഹം മഹർഷിയോട് ചോദിച്ചു, ഭഗവാനെ കച്ചേരി വളരെ നന്നായിരുന്നു അല്ലേ? ഓരോ രാഗങ്ങളായി എടുത്തു പറഞ്ഞ് ഇതെങ്ങനെ ആലപിച്ചു, എത്ര നന്നായിട്ട് പാടി, എല്ലാത്തിനും ഒരേ ഒരു മൂളിച്ച. ഭഗവാൻ കച്ചേരി കേട്ടില്ലേ? நான் எப்படி கேட்கறது போய் முதல் கீர்த்தனை கேட்டேன், அப்புறம் உள்ள இருக்கிற நெருப்பு எல்லாத்தையும் சாப்பிட்டு. ആദ്യത്തെ കീർത്തനം കേട്ടു, പിന്നീട് ഉള്ളിലുള്ള അഗ്നി എല്ലാത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു എന്നാണ്. പിന്നെ ശ്രവിക്കുന്നവൻ, ശ്രവണം ഒക്കെ പോയി. അവിടെ ഈ ത്രിപുടിയൊന്നും ഇല്ലാത്ത നിശ്ചല സ്ഥിതിയിൽ ആര് കേൾക്കും, ആര് കേൾക്കാൻ, കാണാൻ? ഇതാണ് യജ്ഞം, ഇതാണ് ജ്ഞാനയജ്ഞം. ഈ ജ്ഞാനയജ്ഞത്തിന് നമ്മളെ പരിഭാഗപ്പെടുത്താനായിട്ടാണ് ഋഷികൾ നമ്മളുടെ കർമ്മത്തിനെയൊക്കെ ആദ്യമായി യജ്ഞമായി ചെയ്തു തുടങ്ങണം എന്ന് പതുക്കെ നമ്മളെ ഓരോരോ സ്റ്റെപ്പായി കൂട്ടിക്കൊണ്ടുപോവാൻ ഓരോ കർമ്മത്തിലും ജാഗ്രതയോടെ ഇരിക്കാം. സ്വാർത്ഥതയില്ലാതെ കർമാനുഷ്ഠാനം, കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പതുക്കെ അഭ്യസിക്കാം. ചെറിയ ചെറിയ കാര്യം മുതൽ കൊണ്ട്. അത് തന്നെ യജ്ഞം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു കർമ്മവും നമ്മളെ ബന്ധിക്കില്ല. എനിക്ക് വേണം എന്ന് പറയുമ്പോൾ അത് ഏത് കർമ്മവും പൂജയായാലും ബന്ധിക്കും. അർച്ചന ചെയ്യുമ്പോ പറയും, ചൊല്ലുണ്ട് മലയാളത്തിലെ കളിയാക്കി, അഹം പത്നിയും കുഞ്ഞും വർദ്ധയ വർദ്ധയ വർദ്ധയ, ഓം നമോ നാരായണായ. ബാക്കി പറയാൻ പാടില്ല. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയായാലും വേണ്ടില്ല എന്നാണ്. ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അത് യജ്ഞം എങ്ങനെ ആവും? അത് ഭഗവത് പൂജയാണെങ്കിലും അതെങ്ങനെ യജ്ഞമാകും? യജ്ഞമാവണമെങ്കിൽ അതുകൊണ്ട് അതാണ് ശ്രീപരമേശ്വര പ്രീത്യർത്ഥം എന്ന് പറഞ്ഞ് ഓരോ പൂജയും ആരംഭിക്കും. ഓരോ കർമ്മത്തിലും യാതുഷ്യതി അധോക്ഷത. ഭാഗവതം പറയാൻ ആരംഭിച്ചപ്പോ തന്നെ ശുഖബ്രഹ്മ മഹർഷി പറഞ്ഞു, ഭക്തിയുടെ ലക്ഷണം തന്നെ എനിക്കെന്തെങ്കിലും കിട്ടണമെന്നോ ഒന്നും ഇല്ലാതെ ഈ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഭഗവാൻ സന്തോഷിക്കട്ടെ, ഭഗവാൻ സന്തോഷിക്കട്ടെ. ഭഗവാൻ സന്തോഷിച്ചു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് സകല പ്രാണികൾക്കും ഹിതമുണ്ടാവുകയാണെങ്കിൽ നാരായണൻ സന്തോഷിച്ചു. കപിലവാസുദേവൻ ഭാഗവതത്തിൽ പറഞ്ഞു,
എല്ലാ ശരീരത്തിലും ഭഗവാൻ അന്തര്യാമിയായി ജീവാത്മാവായി ഇരിക്കുന്നതുകൊണ്ട് വിശന്നുകൊണ്ടുവരുന്ന ഒരു ജീവന് കരുണയോടുകൂടെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അത് യജ്ഞം. അതാണ് മഹാഭാരതത്തിൽ പ്രസിദ്ധമായ കഥ. ധർമ്മപുത്രർ രാജസൂയ യാഗം ചെയ്തു. യാഗം കഴിഞ്ഞത് എല്ലാവരും വാഴ്ത്താണ് ധർമ്മപുത്രരെ. ഇതുപോലെ ഒരു യാഗം എവിടെ നടക്കും? ഇങ്ങനെ ഒരു യാഗം കണ്ടിട്ടേയില്ല. സകല ബ്രാഹ്മണരും ഋഷികളും എല്ലാം പറഞ്ഞു ഇത്തരത്തിലൊരു യാഗമേ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അവിടെ വിചിത്രമായ ഒരു കീരി വന്നു. പകുതി ശരീരം സ്വർണം, അതിന് പകുതി ശരീരം സാധാരണ പോലെ. ആ കീരി വന്ന് ഈ യാഗം നടന്ന സ്ഥലത്തൊക്കെ ഉരുണ്ടു. ഈ കീരി ചെയ്യുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ധർമ്മപുത്രനും ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ എന്താ ഈ കീരി ഇവിടെ വന്ന് ഉരുള? ആ കീരിയോട് തന്നെ ചോദിക്കാം. കീരി വർത്തമാനം പറയോ? കീരി വർത്തമാനം പറയാൻ തുടങ്ങിയത്ര. കീരി പറഞ്ഞു, ഇത് എന്ത് യാഗം? ഇതൊന്നും യാഗമേ അല്ല. നിങ്ങൾ എന്തൊക്കെയോ കുറെ ഹോമം ചെയ്തു, അഗ്നി ആവാഹനം ചെയ്തു, കുറെ ആളുകൾ കൂടി, കുറെ ആളുകൾ ശാപ്പാട് കഴിച്ചു, കുറെ ആളുകൾ നല്ല പട്ടുവസ്ത്രവും കൊടുത്തു, അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു, ബഹളം കൂട്ടി. ഇതൊന്നും യജ്ഞമേ അല്ല. ആ ബ്രാഹ്മണ കുടുംബം ചെയ്ത യജ്ഞം എവിടെ? നിങ്ങൾ നടത്തിയ യജ്ഞം എവിടെ? ഇത് യജ്ഞമേ അല്ല. എന്താ? അപ്പൊ കീരിയോട് ചോദിക്കാണ്, എന്താ ആ ബ്രാഹ്മണ കുടുംബം ചെയ്തത്? അപ്പൊ കീരി പറഞ്ഞു, ഞാൻ കുറച്ചു ദിവസം മുമ്പ് കാട്ടിന്റെ വക്കത്ത് ഒരു ചെറിയ കുടിലില് ഒരു ബ്രാഹ്മണനും ആ ബ്രാഹ്മണന്റെ ഭാര്യയും മകനും മകന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. വലിയ ദുർഭിക്ഷ, ക്ഷാമം, ഭക്ഷണം ഭിക്ഷയൊന്നും കിട്ടാത്ത സമയത്ത് അവര് ആ ബ്രാഹ്മണപുത്രൻ എവിടെയോ പോയി വളരെ 2-3 ദിവസം ആഹാരമേ കഴിച്ചിട്ടില്ല. അവര് ഭിക്ഷ കൊണ്ടുവന്നു. ഇവര് പഷ്ണി കിടന്ന് മരിക്കുന്ന ഘട്ടം എത്തിയപ്പോഴാണ് ഈ ഭിക്ഷയും കൊണ്ടുവന്നിരിക്കുന്നത് മകൻ. അപ്പൊ ആ ഭിക്ഷാന്നം ഇവര് 4 പേരും കൂടെ പങ്കിട്ട് കഴിക്കാൻ നിൽക്കുമ്പോഴാണ് അവിടെ മറ്റൊരു ബ്രാഹ്മണൻ അവിടെ വന്നു. അയാൾ പറഞ്ഞു, ഞാൻ വളരെ ദിവസങ്ങളായി വിശന്നിരിക്കുകയാണ്, നിങ്ങൾ അതിഥി പൂജയിൽ ശ്രദ്ധയുള്ളവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഭക്ഷണം അല്പം തരുവോ? അപ്പൊ ആ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ എന്റെ വക കൊടുക്കാം, ബാക്കി നമുക്കൊക്കെ കൂടെ പങ്കിട്ടെടുക്കാം. അപ്പൊ ഈ ബ്രാഹ്മണന്റെ വക കൊടുത്ത ആ അതിഥി വാരി കഴിക്കണമെന്ന് കണ്ടപ്പോ ഇവർക്ക് തോന്നി അദ്ദേഹത്തിന് ഇത് പോരാ, അതുകൊണ്ട് അദ്ദേഹം കഴിച്ചിട്ട് നമ്മൾ കഴിക്കാം. അദ്ദേഹം കഴിച്ചു കഴിഞ്ഞ് ഇനിയും വിശക്കണു. അപ്പൊ മകൻ പറഞ്ഞു, അച്ഛാ എന്റെ പങ്കും കൊടുക്കാം. ബ്രാഹ്മണ പത്നിയുടെ പങ്ക് കൊടുത്തു, ബ്രാഹ്മണ പുത്രന്റെ പങ്ക് കൊടുത്തു. അവസാനം ഒരു മരുമകളുടെ പങ്ക് മാത്രമുണ്ട്, അത് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോഴും ഈ ബ്രാഹ്മണനായിട്ടില്ല. ആ മരുമകളുടെ പങ്കും കൊടുത്തു അവര്. എല്ലാം കഴിഞ്ഞ് പഷ്ണിയോടെ ദേവേന്ദ്രൻ അവരോട് പറയാണ്, നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ യജ്ഞമാണ്, ഒരു മഹായജ്ഞമാണ്. ഇതുപോലെ ഒരു യജ്ഞം ആരും ചെയ്യില്ല, ഇത്രയധികം ത്യാഗം എന്ന് പറഞ്ഞ് ഇവര് പോയപ്പോ ഇന്ദ്രൻ ഊണ് കഴിച്ച ആ സ്ഥലത്ത് വന്ന് ഈ കീരി കിടന്ന് പെരളുക. അപ്പൊ കീരിയുടെ ശരീരത്തിന്റെ പകുതി സ്വർണമയമായിട്ട് തീർന്നു. ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ യജ്ഞം നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച അന്നു മുതൽ ഞാൻ എവിടെയൊക്കെ ഇവിടെ യജ്ഞം എന്ന് ബോർഡ് ഇട്ടിട്ടുണ്ടോ അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒന്നും സംഭവിക്കണില്ല. അതുകൊണ്ട് യജ്ഞം എന്നുള്ളത് ആന്തരികമാണ്. ഭാവഗ്രാഹി ജനാർദ്ദന. ഭഗവാൻ ആന്തരികമായി ഇയാള് യഥാർത്ഥ ത്യാഗം, ആ ബ്രാഹ്മണൻ നടത്തിയ യജ്ഞം ആരും അറിയാനിടയില്ല, അല്ലെ? ആരും അറിയാനാ? ബോർഡില്ല, അയാൾ നിസ്വാർത്ഥനായിരുന്നു എന്നും അറിയാനിടയില്ല, അഡ്വർടൈസ്മെന്റ് ഇല്ല. അങ്ങനെ ഒരു യജ്ഞം, അതിന് യജ്ഞം എന്ന് പേര്. അതാണ് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്ന് പറയുന്നത്. നമുക്ക് ഇടത് കൈയല്ല, ലോകത്തിൽ ഏതൊക്കെ കൈയുണ്ടോ അതൊക്കെ അറിഞ്ഞാൽ വേണ്ടില്ല. അഡ്വർടൈസ് ചെയ്ത് പേപ്പറിലിട്ട് ട്യൂബ് ലൈറ്റ് കൊടുത്താൽ അതിൽ പോലും പേരെഴുതി വെക്കും അമ്പലത്തിൽ.